കുഴപ്പമില്ല, ഒരു സാധാരണ ഒരു ചിത്രം. സെക്കൻഡ് ഹാഫ് ശരിയായി, പക്ഷെ എന്തോ ഒരു എൻഡ് അത്ര ശരിയായില്ലെന്ന് തോന്നി. മീൻസ് ഒരു അറസ്റ്റോ അങ്ങനെ ഒന്നും സംഭവിച്ചതായിട്ട് കണ്ടില്ല. പിന്നെ ഒരു വലിയ തിരക്കേടില്ലാത്ത എന്താ ഓഡിയൻസിന് കണക്ട് ആവുമോ? കുഴപ്പമില്ല, ഒരു നോർമൽ ചിത്രം, തിരക്കേടില്ല. കുഴപ്പമില്ല. അതിലെന്ത് ചെയ്യണമെന്ന് അവസാനം ആർക്കും ഒരു ഊഹമില്ല. അറസ്റ്റ് ചെയ്യണതായിട്ട് കൊല്ലണതായിട്ടൊന്നുമില്ല. ഇതിലെ മെയിൻ കഥാപാത്രം പേര് കേട്ട ക്രിസ്റ്റീന, അതാണ് ആ സിനിമയിലെ കഥ. പടം ത്രില്ലറാണോ സീരിയലാണോ എന്ന് തിരിച്ചറിയാൻ വയ്യ. ആ അവസ്ഥയിലൂടെയാണ് പോയി. മെയിൻ മോശമാണ്, പക്ഷെ സീരിയൽ പോലെയാണ് എടുത്തു വെച്ചത്. മസ്റ്റായിട്ട് കാണേണ്ട ഒരു പടമാണ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ ഒരു ക്രിമിനൽ ഉണ്ടെന്ന് നമുക്ക് അറിയാതെ നമ്മളുടെ ഇടയിലുണ്ട്, അവരെ തിരിച്ചറിയുക എന്നുള്ളൊരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പിന്നെ സാമൂഹിക വിപത്തായിട്ടുള്ള കഞ്ചാവ് മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അഭിനയം പുതുമുഖമാണ് എങ്കിലും നല്ല രീതിയിലുള്ള മേക്കിംഗ് ആണ്. കൊള്ളാം, നല്ല മൂവിയാണ്, നല്ലൊരു തുടക്കമാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ നല്ലൊരു മൂവിയാണ്. നല്ല ഇറക്കാലങ്ങൾ കണ്ടതിൽ നല്ലൊരു ത്രില്ലർ മൂവിയാണ്. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. ഒരു പുതിയ ആൾക്കാരെ എടുത്തെന്ന് പറയത്തില്ല, അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല ഒരു സസ്പെൻസും ത്രില്ലറും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. കൊള്ളാം. പുതിയ ആൾക്കാരാണ് ചെയ്തതെന്ന് പറയത്തില്ല, ആ രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മെസ്സേജാണ്. ഈ നല്ല മെസ്സേജുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. കുഴപ്പമില്ല. എടുത്തു പറയാനായിട്ട് നന്നായിട്ട് സിനിമ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാനിത് അഭിനയിച്ചുകൊണ്ട് എനിക്ക് ഒട്ടുമേ പറയാനില്ല. നിങ്ങൾ പോയി കാണുക, അത്രയേ ഉള്ളൂ. പ്രേക്ഷകരുടെ പറഞ്ഞാൽ ഈ പടം കണ്ടാൽ നമുക്കതിൻ്റെ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങൾ തന്നെ. പടം നല്ലായിരുന്നു. ക്രിസ്റ്റീന എന്ന പടം ഏറ്റവും നല്ലായിരുന്നു. കാരണം ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് ബെറ്റർ, നല്ല പടമാണ്. എല്ലാവരും എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് വന്ന് കാണുക, ക്രിസ്റ്റീന കാണണം. ഇതിൽ പുതിയ നടികളൊന്നും അല്ല, എല്ലാം പഴയ നടികളാണുള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരുടെയും അഭിനയം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അധികം മേക്കപ്പ് ഇല്ലായിരുന്നു. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. നല്ല അഭിനയമായിരുന്നു. അല്ല ഇത് നമുക്ക് ഞാനൊരു പ്രേക്ഷക, അതുപോലെ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ആ ബേസിക്കിലാണ് ഞാൻ പറയുന്നത്. ക്രിസ്റ്റീന നല്ല പടമാണ്, എല്ലാവരും കാണണം. ഓക്കെ. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ഡ്രാഗ് ചെയ്തായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു എക്സ്പെർട്ടൈസ് അഡ്വൈസ് ഉണ്ടാക്കി കുറേ കൂടെ ബെറ്റർ ആയനും എന്ന് തോന്നുന്നു. സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയി ലാസ്റ്റ് മിനിറ്റ് വരെ ആ ഒരു ക്ലൈമാക്സ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് സോ ദേ ഷുഡ് ഹാവ് ബീൻ സം സോർട്ട് ഓഫ് എക്സ്പെർട്ടൈസ് അഡ്വൈസ് സോ ദാറ്റ് വി കുഡ് ഹാവ് മേഡ് ഇറ്റ് എ ബെറ്റർ മൂവി. ആര്യ സൂപ്പർ, ബിക്കോസ് ആര്യ വളരെ ഫെമിലിയർ എന്ന് മാത്രമെന്നല്ല, ആര്യയുടെ നേരത്തെയുള്ള ബഡായി ബംഗ്ലാവ് എന്തായാലും നമ്മൾ ആര്യയെ വെയിറ്റ് ചെയ്യും കാണാനായിട്ട്. സോ ഷീ ഡിഡ് എ ബെസ്റ്റ്. അതുപോലെ തന്നെ തട്ടിമുട്ടിയിൽ വരുന്ന അദ്ദേഹം ഒരു കൊമേഡിയനും അതേപോലെ. അതുകൊണ്ട് അതൊക്കെ പിന്നെ ഗോപകുമാർ സാറിൻ്റെ സീരിയസ് റോള്, അങ്ങനെ കുറേ പേരുടെ ആക്ടിങ് അവരുടേതായ മാക്സിമം ഇതിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്.